വളരെ വ്യത്യാസക്കുറവ്. ഡിസംബർ അവസാനം ഈ തെരഞ്ഞെടുപ്പ് നടപടികളൊക്കെ കഴിയുന്നു. പിന്നെയുള്ളത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ 4 മാസമാണ്. മെയ്യിൽ പുതിയ നിയമസഭ അധികാരത്തിലെത്തേണ്ടതുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ അതിനിടയിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം ഏറെയാണ്. വി അരുൺ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, അങ്ങനെ സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രഖ്യാപനമായിരിക്കുന്നു. 2 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ്. കഴിഞ്ഞ തവണ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ച് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി. ഇപ്പോൾ ഇത്തവണ പൂർണ്ണ സജ്ജമാണ് കമ്മീഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം 14-ാം തീയതി വെള്ളിയാഴ്ച 14-ാം തീയതി വിജ്ഞാപനം പുറത്തിറങ്ങും. തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 21 വെള്ളിയാഴ്ചയാണ്. പത്രികയുടെ സൂക്ഷ്മപരിശോധന നവംബർ 22 ശനിയാഴ്ച നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24 തിങ്കളാഴ്ചയാണ്. 2 ഘട്ടങ്ങളായി സംസ്ഥാനത്ത് ഇത്തവണ, നേരത്തെ കഴിഞ്ഞ തവണ കോവിഡ് പശ്ചാത്തലത്തിൽ 3 ഘട്ടമായിരുന്നുവെങ്കിൽ ഇത്തവണ അത് 2 ഘട്ടം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 9-ാം തീയതി ഡിസംബർ 9-ാം തീയതി ചൊവ്വാഴ്ച ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. 2ാം ഘട്ടം 11-നാണ്, വ്യാഴാഴ്ചയാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 2025 ഡിസംബർ 13-ാം തീയതി വോട്ടെണ്ണൽ നടക്കും. ഡിസംബർ 11-ന് 2 ഘട്ടവും പൂർത്തിയാകുമ്പോൾ 9, 11 തീയതികൾ 2 ഘട്ടം പൂർത്തിയാകുന്നു. 13-ന് വോട്ടെണ്ണൽ. പുതിയ ഭരണസമിതികൾ, അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഡിസംബർ 18-ന് മുമ്പ് പൂർത്തിയാക്കണം. 20-ാം തീയതിയോടുകൂടി പുതിയ ഭരണസമിതി നിലയിൽ വരണം. ആ രീതിയിലാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളായി വയ്ക്കാനുള്ള പ്രധാന കാരണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നത് സുരക്ഷാ പ്രശ്നങ്ങളാണ്. 1800ഓളം പ്രശ്നബാധിത ബൂത്തുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് വർദ്ധിക്കാനാണ് സാധ്യത. പുതിയ പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണം ഇനി മാത്രമേ ശേഖരിക്കുകയുള്ളൂ. ഏതായാലും അതുകൊണ്ട് തന്നെ 70,000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ 2 ഘട്ടങ്ങളായി നിയോഗിക്കാൻ കഴിയും. അതുകൊണ്ടാണ് 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നടക്കുകയാണ്. അതിൽ ഉദ്യോഗസ്ഥരെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തു കഴിഞ്ഞു, പരിഹരിച്ചു കഴിഞ്ഞു. ഒരു തടസ്സവുമില്ലാതെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണവും അഭ്യർത്ഥിക്കുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ കാര്യത്തിലടക്കം വലിയ ആശങ്കകളുമൊക്കെ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഒക്കെ ഉണ്ടാകാം. പക്ഷേ എല്ലാ ക്രമീകരണങ്ങളുമായി ഈ രീതിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്കൊന്ന് കയറി തിരിച്ചു വരാം. എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച LDFും UDFും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അവർ മാറ്റം ആഗ്രഹിക്കുന്നു. BJP NDA ഇന്നലെ തിരുവനന്തപുരം അനന്തപുരിന്റെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു, കാൻഡിഡേറ്റ്. ഇന്നു മുതൽ അടുത്ത ഒരു 2-3 ദിവസം കാൻഡിഡേറ്റ് ലിസ്റ്റെല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം. എത്രയോ കൊല്ലമായിട്ടും എത്ര കാലമായിട്ട് പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അതിനെല്ലാം പരിഹരിക്കും എന്ന് ഒരു വാഗ്ദാനം ഈ ഇലക്ഷനിൽ ഇറങ്ങുന്നത്. എന്താണ് വികസനം എന്ന് ചോദിച്ചാൽ, അഴിമതിരഹിത ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരണം. അത് BJP കൊണ്ടുവരും. അത് കോർപ്പറേഷനാണോ, മുനിസിപ്പാലിറ്റിയാണോ, ഗ്രാമപഞ്ചായത്താണോ, നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് എത്രയോ അഴിമതി, കൊള്ള നടക്കുന്ന ഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു അഴിമതിരഹിത ഭരണം കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട്. അതിന്റെ ഒപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, മാലിന്യം, സ്ട്രീറ്റ് ലൈറ്റ്, റോഡ്, ആരോഗ്യം, ഇതെല്ലാം കൃത്യമായി ജനങ്ങളെ ഇന്ന് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇത്തവണ 2 ഘട്ടങ്ങളിലാണ്. അത് ഒറ്റ ദിവസത്തെ ഇടവേള, 10-ാം തീയതിയുടെ ഒരു ഇടവേള മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിലേക്ക് വന്നാൽ ഇനി ആകെ 29 ദിവസം, 30-ാം ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്.
അതുതന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യം ഒരു മാസം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി നേരത്തെ തന്നെ അവർ തുടങ്ങിക്കഴിഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ മുതൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെയാണ്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ്. ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കോൺഗ്രസും ബിജെപിയും ഒക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചിലയിടത്തൊക്കെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നു. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം നഗരസഭയിലടക്കം CPM സ്ഥാനാർത്ഥികൾ, ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അവർ നേരത്തെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞുവെങ്കിലും ഒരു സജീവ പ്രചരണത്തിലേക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ്. ഓരോ വോട്ടർമാരെ നേരിട്ട് കണ്ട് ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാകും മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഓരോ വീടുകളിലും എത്താൻ അവർ തീർച്ചയായും ശ്രദ്ധിക്കും. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രചരണവുമായി തന്നെ മുന്നോട്ട് പോകും. നിരവധി വിഷയങ്ങൾ ഈ പ്രചരണ രംഗത്ത് ചർച്ചയ്ക്ക് വരും. അത് പ്രാദേശിക വിഷയങ്ങൾ മുതൽ ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന വോട്ട് ചോരി അടക്കമുള്ള ആരോപണങ്ങൾ, SIR ഒക്കെ നടപ്പാക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം ആശങ്കകളുള്ള നിരവധി ആളുകളും സംസ്ഥാനത്തിന് അത്തരം കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടി ജനങ്ങൾ നടത്തും. പ്രാദേശിക പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് കൂടുതലായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് പ്രാദേശിക പ്രശ്നങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും ഒക്കെ തന്നെയാകുമെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. സർക്കാർ തുടർച്ചയായി ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു വിലയിരുത്തലായി കൂടി ജനങ്ങൾ ഇതിനെ കാണും. സർക്കാരുകളുടെ വികസന നേട്ടങ്ങളും സർക്കാരുകളുടെ കോട്ടങ്ങളുമൊക്കെ ജനങ്ങളുടെ ശ്രദ്ധയിൽ ഉറപ്പായിട്ടുമുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചകൾ ഉണ്ടാകും. ഏതായാലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ അതിന്റെ ഒരുക്കങ്ങൾ പല തലങ്ങളിലായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും വൈകാതെ പൂർത്തിയാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് 2 ദിവസത്തിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല സ്വതന്ത്രർ ഒരുപാട് മത്സരിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ചെറിയ കൂട്ടായ്മകൾ പോലും മുന്നണികളായി മാറി പ്രവർത്തിക്കുന്ന കാലമാണ്. 2020 അതുപോലെ തന്നെ പട്ടാമ്പിയിൽ നമ്മൾ D4 പട്ടാമ്പി ഒക്കെ പോലുള്ള സംഘടനകൾ, അങ്ങനെ പല ആളുകളും പല സംഘടനകളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വരുന്ന നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകാം. മറ്റ് തെരഞ്ഞെടുപ്പുകൾ അപേക്ഷിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അത്തരത്തിൽ എല്ലാ ആളുകളും വളരെയധികം താല്പര്യത്തോടുകൂടി കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. നവംബർ 14 വിജ്ഞാപനം പുറത്തിറങ്ങുക. എന്തായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്കാണ് ഇനി കടക്കുന്നത്. അത്രയേറെ വോട്ടർമാർ എത്തുന്ന തെരഞ്ഞെടുപ്പാണ്. 2,84,30,761 വോട്ടർമാരാണുള്ളത്. അതിൽ 1,34,12,470 പുരുഷന്മാരും 1,50,18,010 സ്ത്രീകളും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനാണ് ഇനിയിപ്പോൾ ഇവിടെ തുടക്കമാവുന്നത്. തെരഞ്ഞെടുപ്പ് പാർട്ടികളെ സംബന്ധിച്ച് വളരെ കുറച്ച് സമയമേ ഇനി ബാക്കിയുള്ളൂ. അത് അവരും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളെല്ലാം, പ്രചാരണ ഒരുക്കങ്ങളിലേക്കെല്ലാം മുന്നണികൾ കടന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ. അരുൺ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. പക്ഷേ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്ത അല്ലെങ്കിൽ തീരുമാനമാവാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് വളരെ കുറച്ച് സമയമേ ഇനി ബാക്കിയുള്ളൂ. ഇനി 21 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട തീയതി. അങ്ങനെയെങ്കിൽ ഇനി അവർക്ക് മുന്നിൽ കിട്ടുന്നത് ആകെ 11 ദിവസമാണ്. അതുകൊണ്ട് ഇത് ഇത്രയേറെ ആളുകളെ കണ്ടെത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് ആ സമയം കുറവാണോ? തീർച്ചയായിട്ടും സമയം ഒരു മാസം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സ്വാഭാവികമായി മുന്നണികൾ നേരത്തെ ഒരുക്കം തുടങ്ങിയതുകൊണ്ട് തന്നെ അതൊരു കുറവായി ആരും കാണില്ല. നേരത്തെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ കേട്ടതാണ്. 1.5 ലക്ഷം രൂപയാണ് പരമാവധി നഗരസഭകളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന തുക. അതൊക്കെ വളരെ ചെറിയ തുകയാണെന്ന് കാലങ്ങളായുള്ള പരാതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് എത്രയും വേഗം നടക്കുമോ അത്രയും വേഗം സ്ഥാനാർത്ഥികളും മുന്നണികൾക്ക് അതാണ് ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയം നീട്ടിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥികളും മുന്നണികളും ആഗ്രഹിക്കുന്ന കാര്യമല്ല. പലയിടങ്ങളിലും ചിലയിടങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ഉള്ളത്. ഈ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച ശേഷം പലയിടത്തും ഈ വിമതരും ഒക്കെ രംഗത്ത് വരാനും സാധ്യതയുണ്ട്. അതൊക്കെ പരിഹരിക്കുക എന്നുള്ളതാണ് മുന്നണികൾക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും പോസ്റ്ററുകളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. അവരെയൊക്കെ വീണ്ടും കാണുകയും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമവും ഒക്കെ മുന്നണികൾ ആരംഭിച്ചിട്ടുമുണ്ട്. PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കും. ആദ്യഘട്ടം ഡിസംബർ 9 അന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ
പോളിംഗ് ബൂത്തിലെത്തും. രണ്ടാം ഘട്ടം ഒറ്റ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഡിസംബർ 11-ന് അന്ന് എറണാകുളം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളും പോളിംഗ് ബൂത്തിലെത്തും. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്നത് ഡിസംബർ 13-നാണ്.